നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരവധി കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ തന്നെ പല സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്ക് ഇരയായി ഇപ്പോഴും അതിജീവിതകളായി ജീവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മരണപ്പെടുന്നവരുമുണ്ട്. ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്ന വാർത്തയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ബീഹാറിലെ സരൺ ജില്ലയിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുക്കുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ ഞെട്ടലുണ്ടാക്കുകയും അതുപോലെ കണ്ണീരിലാഴ്ത്തിയ ഈ ദാരുണമായ കൃത്യം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമാണ്. സ്വന്തം കുടുംബ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ അയൽവാസികളായിട്ടുള്ള 5 അംഗ യുവാക്കളുടെ സംഘമാണ് ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് ഇത് അജ്ഞാതരായിട്ടുള്ള സംഘമല്ല. ഈ പെൺകുട്ടിയെ അറിയാവുന്ന അയൽക്കാരായിട്ടുള്ള യുവാക്കൾ തന്നെയാണ് കൃത്യമായി ഈ പെൺകുട്ടി വരുന്ന വഴിയിൽ കാത്തുനിന്ന് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. സമീപത്തുള്ള ഒരു കുളിമുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയ പെൺകുട്ടിയെ 5 യുവാക്കൾ ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ കണ്ടത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ്. തങ്ങളുടെ ക്രൂരത പുറലോകം അറിയാതിരിക്കാനാണ് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ പെൺകുട്ടിയെ പ്രതികൾ സമീപത്തെ കിണറ്റിലേക്ക് എറിഞ്ഞത്. വീഴ്ചയുടെ ആഘാതത്തിലും വെള്ളത്തിൽ മുങ്ങിയുമാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. പ്രതികൾ പെൺകുട്ടിയുടെ അയൽവാസികൾ തന്നെയാണെന്ന് കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിചിതരായവരിൽ നിന്ന് തന്നെ ഇത്തരമൊരു ക്രൂരത നേരിടേണ്ടി വന്നത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സംഭവത്തിന് പിന്നാലെ സരൺ ജില്ലയിൽ ജനരോഷം ആളിപ്പടരുകയാണ്. കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നിലവിൽ പ്രതികളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിലായ മറ്റു 4 പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും അവർ ഉടൻ തന്നെ വലയിലാകുമെന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ബീഹാറിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും സ്ത്രീകൾക്കെതിരായ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾക്കും ഈ സംഭവം വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവൻ അപഹരിച്ച ഈ കാമപ്രാന്തന്മാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തീർച്ചയായിട്ടും അത് തന്നെ വേണം. കാരണം ഇത്തരത്തിലുള്ള കുറ്റവാളികൾ പെരുകുന്നത് നമ്മുടെ നിയമ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തലത്തിലാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ അത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു നാട്ടിൽ, സ്വന്തം നാട്ടിൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാനോ അല്ലെങ്കിൽ വഴിയിലിറങ്ങി നടക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഏത് ഭാഗത്താണെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുറ്റവാളികൾ അത് അറിയാവുന്നവരാണ്, ചിലപ്പോൾ യുവാക്കളാകാം. അവർ പിടിയിലായി കുറച്ച് ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞ് പിന്നീട് പുറത്തിറങ്ങാം. ഈ നിയമ സംവിധാനത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് പുറത്തിറങ്ങി വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാം എന്നുള്ള ആത്മവിശ്വാസമായിരിക്കാം ഈ കുറ്റവാളികളെ കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുന്നത്. പക്ഷേ ഇത് അനുവദിച്ചുകൂടാ. നിയമ നടപടികൾ കർശനമാക്കണം. അതുപോലെ തന്നെ ശിക്ഷാ നടപടികൾ വേഗത്തിൽ ആക്കിയാൽ മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു ശതമാനത്തിൽ, ഇത്തരത്തിലുള്ള ക്രൂരതകളുടെ ഒരു ശതമാനത്തിൽ ഒരു കുറവ് കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ ഒളിവിലുള്ള പ്രതികളെ കൂടി പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.